നമ്മൾ ഈ പടം തുടങ്ങി പകുതി വഴിയിൽ നിന്നപ്പോൾ മമ്മൂക്ക അധിക്ഷേപിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ? മമ്മൂക്ക മരിച്ചു എന്ന് വരെ പറഞ്ഞ് എഴുതിത്തള്ളിയ ആൾക്കാരാണ്. ഈ പടം നിന്നുപോയി എന്ന് പറഞ്ഞെടുത്താണ് ഈ പടം കൊണ്ടെത്തി ഫൈനലി നമ്മൾ തിയേറ്ററിൽ കാണേണ്ടത്. അങ്ങനെയുള്ളവർക്ക് കൂടെ ഒരു മറുപടിയാണ് ഈ പടം. ഒരു 2 സ്റ്റാർ അവരുടെ മാസ് ആക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ ഫൈറ്റ് കാണിക്കുക, അതല്ല. ആ സബ്ജക്റ്റ് എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നത്, അതുള്ള ഓഡിയൻസിന് കണക്ട് ആകാൻ പറ്റുന്നുണ്ടോ? അതാണ് മലയാള സിനിമ എടുത്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് മമ്മൂക്കയും ലാലേട്ടനെ ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാമേ. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സംവിധായകൻ മഹേഷ് നാരായണന്റെ കൈയടക്കം ഉള്ളൊരു ചിത്രം. മമ്മൂടി മോഹൻലാലിന്റെ ഒരുപാട് കാലത്തോട്ട് കാത്തിരുന്ന ഒരു അടിപൊളി പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അല്ല, ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലും നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സ്, നമ്മുടെ ചാറ്റ്സ്, ഇതെല്ലാം നമ്മളെപ്പോഴും നിരീക്ഷണത്തിലാണ് എന്നുള്ള ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നൊരു ബോധവൽക്കരണവും കൂടെ ഈ സിനിമയിൽ കൂടെ നമുക്ക് മനസ്സിലാവും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് പേട്രിയറ്റിലൂടെ തിരിച്ചെത്തുകയാണ്. ഫഹദ് ഫാസിൽ പറഞ്ഞ പോലെ ഇരുവരും ഒന്നിച്ചാൽ ബ്ലാസ്റ്റ് ആകുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി വരാം. ഒരുപാട് മാസോ സോങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പടം നമ്മളത് കണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ചിത്രം കാണേണ്ടതാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. ഫാമിലി എല്ലാവരും വന്ന് കാണുക. കാരണം കുട്ടികളടക്കം ഇന്ന് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഈ മൊബൈൽ, ലാപ്ടോപ്സ്, ഇലക്ട്രോണിക് ഡിവൈസ് എന്തിരുന്നാലും അത് ഉപയോഗിക്കേണ്ട രീതികൾ എല്ലാം അതിനകത്തുണ്ട്. വലിയ മാസില്ല, അടിച്ചുപൊളിയില്ല എന്നാൽ മമ്മൂക്ക നന്നായിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടി വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയണം. നമ്മളെ ഈ പടം തുടങ്ങി പകുതി വഴിയിൽ നിന്നപ്പോൾ മമ്മൂക്ക അധിക്ഷേപിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ? മമ്മൂക്ക മരിച്ചു എന്ന് വരെ പറഞ്ഞ് എഴുതിത്തള്ളിയ ആൾക്കാരാണ്. ഈ പടം നിന്നുപോയി എന്ന് പറഞ്ഞെടുത്താണ് ഈ പടം കൊണ്ടെത്തി ഫൈനലി നമ്മൾ തിയേറ്ററിൽ കാണേണ്ടത്. അങ്ങനെയുള്ളവർക്ക് കൂടെ ഒരു മറുപടിയാണ് ഈ പടം.